ഹലോ ഗൈസ്, എല്ലാവർക്കും ടൈം ഫോർ ടെക്കിലേക്ക് സ്വാഗതം. ഗൂഗിളിന് തന്നെ നെട്ടി പറപ്പിക്കുന്ന നേരത്തിൽ ഗൂഗിളിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ടൂൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതാണ് ChatGPT എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു AI ടൂൾ പെട്ടെന്ന് തന്നെ ഗൂഗിളിനെ കിൽ ചെയ്യാൻ പോകുന്നു. എന്താണ് ഈ ഒരു AI ടൂളിന് തന്നെ ഇത്രയ്ക്കും സ്പെഷ്യൽ ആയിട്ടുള്ളത്? എന്താണ് ഗൂഗിൾ കമ്പനി തന്നെ ഈ ഒരു AI ടൂളിനെ നോക്കി ഇത്രയ്ക്കും പേടിക്കുന്നത്? ആൻഡ് ഇതിൻ്റെ ഫ്യൂച്ചറൊക്കെ വേറെ ലെവലായിരിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. അത് സത്യവുമാണ്. അതെന്താണെന്ന് ഈ വീഡിയോയിൽ നമുക്ക് കാണാം. ChatGPT 2022 നവംബർ 30-നാണ് ഇത് ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്യുന്നത് ആരാണെന്ന് വെച്ചാൽ OpenAIയും. ഈ OpenAI ആരാണെന്ന് വെച്ചാൽ നോൺ പ്രോഫിറ്റ് റിസർച്ച് കമ്പനിയാണ്. ഇവർ AIയുടെ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ AI എത്രത്തോളം അഡ്വാൻസ് ആകാൻ പോകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് പബ്ലിക്കായിട്ട് ഫ്രീ ആക്സസ് കൊടുക്കുന്നു. ആ ഒരു തരത്തിലുള്ള ഒരു കമ്പനിയാണ് ഇവർ. എലോൺ മസ്കും സാം ആൾട്ട്മാനും കൂടിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. 2015-ലാണ് ഇതിവർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. പിന്നെ 2018 ആയതോടെ എലോൺ മസ്ക് ഇതിൽ നിന്ന് പുറത്തുപോയി. ബട്ട് സ്റ്റിൽ വലിയൊരു പങ്ക് തന്നെ എലോൺ മസ്കിന് ഉണ്ട്. കാരണം എന്തെന്നാൽ ടെസ്ലയിലും AIനെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ മേ ബി കുറച്ച് കോൺഫ്ലിക്റ്റ് വരും എന്നതുകൊണ്ട് തന്നെ എലോൺ മസ്ക് ഇതിൽ നിന്ന് പുറത്തുപോയി. ശരി, നമുക്ക് പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം. 2022 നവംബർ 30-ന് പുറത്തിറക്കിയ ഈ ഒരു ChatGPT പുറത്തിറക്കി കഴിഞ്ഞിട്ട് വെറും 5 ദിവസത്തിനുള്ളിൽ എത്ര യൂസേഴ്സ് എന്നറിയോ? 1 മില്യൺ യൂസേഴ്സാണ്. കമ്പാരിറ്റീവ്ലി ഇതിനു മുമ്പേ ഉള്ള കുറേ മറ്റു ആപ്പുകളൊക്കെ നമുക്ക് നോക്കുമ്പോൾ കുറേ ടൈം ആയിട്ടുണ്ട് 1 മില്യൺ യൂസേഴ്സ് എത്താൻ. ഇൻഫാക്റ്റ് പറയാൻ പോയി കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ് 49 മന്തായി 1 മില്യൺ യൂസേഴ്സ് ആകാൻ. അതുപോലെ തന്നെ ഫേസ്ബുക്ക് 10 മാസമായി 1 മില്യൺ യൂസേഴ്സ് എത്താൻ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിന് പറഞ്ഞാൽ വെറും 2.5 മാസത്തോളം എടുത്തു 1 മില്യൺ യൂസേഴ്സ് ആയ. ബട്ട് കമ്പാരിറ്റീവ്ലി ChatGPTക്ക് വെറും 5 ദിവസം മാത്രം 1 മില്യൺ യൂസേഴ്സിലേക്ക്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ChatGPTയുടെ ഡെവലപ്മെൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ്സ്. ഇനി ChatGPTയുടെ ബേസിക്കിനെ കുറിച്ച് അറിയണമെങ്കിൽ അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ വാട്സപ്പിലൊക്കെ ഒരുപാട് ഗവൺമെൻറ്റിൻ്റെ പോർട്ടൽസ് ഒഫീഷ്യലായിട്ട് ചാറ്റ് ബോട്ട് പോലൊക്കെ വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ പോയിട്ട് ഹായ് എന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് റീപ്ലൈസ് തരും. അതിൽ നിങ്ങളൊരു 1, 2 എന്ന ഓപ്ഷൻസൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ച് റീപ്ലൈസ് തരും. അതായത് ചാറ്റ് ബോട്ട്. വാട്സപ്പിലും ടെലിഗ്രാമിലും ഒക്കെ ഉള്ള പോലെ തന്നെ ഇതും ഏകദേശം ഒരു ചാറ്റ് ബോട്ടാണ്. ബട്ട് AIയുടെ സഹായത്താൽ കുറേ കാര്യങ്ങൾ നമുക്ക് തരുന്നു. ഇനി ChatGPTയുടെ ഫുൾ ഫോം എന്താണെന്ന് നോക്കിയാൽ ChatGPTയുടെ G ജനറേറ്റീവ്, P പ്രീ ട്രെയിൻഡ്, T ട്രാൻസ്ഫോമർ എന്നും പറയുന്നു. അതായത് മുമ്പ് തന്നെ ട്രെയിൻ ചെയ്യപ്പെട്ട ടൂൾ ആണിത്. കുറേ ഡാറ്റ യൂസ് ചെയ്തിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഏകദേശം ഒരു ചാറ്റ് രൂപത്തിൽ സെൻറ്റൻസ് ആയിട്ട് റീപ്ലൈ തന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് നോക്കിയാൽ 2021 വരെയുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഫുൾ ട്രെയിൻ ചെയ്തിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് ഗൂഗിൾ വളരെ പേടിച്ചു പോയിരിക്കുന്നത്. എന്താണെന്ന് അറിയുമോ? ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് ഒരു ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്യുന്നു. എക്സാമ്പിൾ ഹൗ ടു പ്ലേ കവർ ഡ്രൈവ് എന്ന് കൊടുക്കുന്നു. ഗൂഗിൾ എന്താണ് ചെയ്യുന്നത്? ഹൗ ടു പ്ലേ കവർ ഡ്രൈവ് എന്നതിന് മാച്ചാവുന്ന ഒരുപാട് സൈറ്റുകൾ നമുക്ക് ബ്രൗസ് ചെയ്ത് കാണിക്കുന്നു. ഇവിടെ നമുക്ക് ഒരുപാട് പണി ബാക്കിയുണ്ട്. തന്നതിൽ ഏതാണ് ശരിയെന്ന് നമ്മൾ ഗസ് ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് അതിൽ ഏതാ ശരിയാണ് ആൻസർ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ബട്ട് ഇതൊക്കെ നമ്മൾ ChatGPTയിൽ ചോദിക്കുകയാണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെ ക്രിക്കറ്റിൽ കവർ ഡ്രൈവ് കളിക്കാമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫുൾ ആൻസറിനെ നമുക്ക് തരും. ജസ്റ്റ് അത് ലൈക്ക് സെൻറ്റൻസ് ആയിട്ട് നമുക്ക് തരും. അപ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ChatGPTയിൽ എന്തൊക്കെ ചോദിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് ഞാൻ പ്രൊസസ്സർ എന്താണെന്ന് ഇപ്പോൾ ChatGPTയിൽ ചോദിക്കുന്നു. പ്രൊസസ്സർ എല്ലാവർക്കും എന്താണെന്ന് അറിഞ്ഞാൽ പോലും ബ്രീഫായിട്ട് ആർക്കും അറിയില്ല. അപ്പോൾ ChatGPT നമുക്ക് എന്താണ് പ്രൊസസ്സർ എന്ന് ഡീപ്പായിട്ട് നമുക്ക് പറഞ്ഞു തരും. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വിഷ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ബർത്ത്ഡേ വിഷസ് ഇൻ ഡിഫറെൻറ്റ് വേർഡ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ChatGPT നമുക്ക് കുറേ മൾട്ടിപ്പിൾ ആൻസേഴ്സ് നമുക്ക് തരും. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് യുണീക്കായിട്ട് വല്ല സ്റ്റോറിയോ അല്ലെങ്കിൽ പോയമോ എഴുതണമെന്ന് വെച്ചാൽ എത്ര വേർഡ്സ് ഉൾപ്പെടെ വേണമെന്നും കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ആൾസോ ഗിവ് ദാറ്റ്. ഇനിയിപ്പോൾ നമ്മൾ യൂസ് ചെയ്യണ എന്തെങ്കിലും ആപ്പിലോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിലോ വല്ല സെറ്റിങ്സ് അറിയണിച്ചാലോ അല്ലെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും എറേഴ്സോ വല്ല പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട്
നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ അപ്ലോഡ് ചെയ്തിട്ട് എന്താ പ്രശ്നം അല്ലെങ്കിൽ എന്താ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് തരും നമ്മുടെ ChatGPT. ഇനി സ്റ്റുഡൻസിനായിക്കോട്ടെ, മാത്സിൽ വല്ല പ്രോബ്ലംസ് സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം നമുക്ക് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ ടെസ്റ്റായിട്ട് പ്രോംപ്റ്റ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലത്തിൻ്റെ ആൻസർ, ഇക്വേഷൻ ഉൾപ്പെടെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പിന്നെ പ്രധാനമായും ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഫീൽഡിൽ ഒട്ടനവധി ആൾക്കാർ ഈ ChatGPT ഉപയോഗിച്ച് വരുന്നു. ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇത്ര വലിയ കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്താലും ചോദിച്ചാലും നമുക്ക് ഇത്ര പെട്ടെന്ന് നമുക്ക് ഈ ChatGPT തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്തിനു ആലോചിക്കണം, നമ്മളെല്ലാവരും ഇതിലേക്ക് ഇങ്ങനെ ചോദിച്ചാൽ പോരെ എന്നാണ് ആലോചിക്കുക. അതായത് ആൾക്കാർക്ക് ചിന്തിക്കാനുള്ള കഴിവ് അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്നാണ്. കാരണം ഇത്രയ്ക്ക് അടിപൊളിയായി ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരുന്ന ഈ ChatGPTയോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു നമ്മൾ ചിന്തിക്കണം എന്നെല്ലാവരും ചിന്തിക്കും. പ്രധാനമായും ChatGPT നമുക്ക് തരുന്നത് അതിൻ്റെ കയ്യിലുള്ള ട്രെയിൻ ചെയ്യിച്ചിട്ടുള്ള ഡാറ്റകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ്, ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻ ഇല്ലാതെ. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ കണക്ഷനും കൂടി ആയാൽ ഒന്നും പറയണ്ട, ഇത്ര അടിപൊളിയായിരിക്കുമല്ലേ. ഇതൊക്കെ കാരണം കൊണ്ടാണ് ഗൂഗിൾ പേടിക്കുന്നത്. പിന്നെ പേടിക്കാതിരിക്കുമോ? ഇത്രയ്ക്കും അടിപൊളിയായി ആൻസർ തന്നാൽ എല്ലാവരും ChatGPTയിൽ പോയി ചോദിക്കും. അപ്പോൾ ഗൂഗിളിൽ ആരും ചോദിക്കില്ല. ഗൂഗിളിൽ ചോദിച്ചില്ലെങ്കിൽ ആഡ്സും ആരും കാണില്ല. ആഡ്സ് ആരും കണ്ടില്ലെങ്കിൽ അവരുടെ വരുമാനം ഒന്നും പറയണ്ടല്ലേ. നിങ്ങൾ ChatGPT യൂസ് ചെയ്യണ്ട എന്നല്ല പറയുന്നത്, അത്യാവശ്യ കാര്യങ്ങൾക്കും വേണ്ടി മാത്രം ChatGPT യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ChatGPT യൂസ് ചെയ്ത് സെൽഫായിട്ട് ലേൺ ചെയ്യാൻ ശ്രമിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ തിങ്കിങ് എബിലിറ്റി ഇല്ലാതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഈ ഒരു ChatGPT നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷനായിട്ടും അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പിലും അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ യു എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്തതിന് ശേഷം ആ നമ്പർ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ചാറ്റ് വിത്ത് കൊടുത്തു കഴിഞ്ഞാൽ ChatGPTയുടെ ഒഫീഷ്യലായിട്ട് ചാറ്റ് ബോട്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണിച്ചാലും ചോദിക്കാൻ പറ്റും. ഇവിടെ ഞാൻ ക്യാൻ യു എക്സ്പ്ലെയിൻ ബ്ലോക്ക് ചെയിൻ കൊടുക്കുന്നു. അതെന്താണ് ബ്ലോക്ക് ചെയിൻ നമുക്ക് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു. ഇതുപോലത്തെ എന്ത് കാര്യങ്ങളും നമുക്ക് ഇവിടെ ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ജിബിലി ആർട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ അത് വെയിറ്റ് ചെയ്യാനാണ് പറയണത്. ഞാൻ ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ ആ ഒരു ജിബിലി ആർട്ട് ഇമേജ് നമുക്ക് ജനറേറ്റ് ചെയ്തിട്ട് ChatGPT തന്നിട്ടുണ്ട്. എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, ChatGPT എപ്പോഴും ശരി ഉത്തരം തരണമെന്നില്ല, ഇടയ്ക്ക് തെറ്റിച്ചും തരാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ChatGPTനെ കുറിച്ച് പറയാൻ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ട 2 ടൂളിലും ഏതാണ് ബെറ്റർ എന്ന് തോന്നിയത് അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ അടിപൊളി വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.